Hello friends, welcome to SAT Centers Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerstintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡിലെ മോർ പ്രോബ്ലംസ് ആണ് പാർട്ട് 2. നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. പ്ലീസ് വിസിറ്റ് part 1 before watching this video. Problem number 1. Question is, a toy in the shape of a square pyramid has base edge 60 centimeters and slant height 10 centimeters. 500 of these are to be painted and the cost is 80 rupees per square meter. What would be the total cost? Malayalam. സമചതുര സ്തൂപികയിലുള്ള ഒരു കളിപ്പാട്ടത്തിന്റെ പാദവക്ക് 16 സെന്റിമീറ്ററും ചരിവുയരം 10 സെന്റിമീറ്ററുമാണ്. ഇത്തരം 500 കളിപ്പാട്ടങ്ങൾ ചായം പൂശുന്നതിന് ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും? ഓക്കെ, മനസ്സിലായോ? എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സമചതുര സ്തൂപികയുടെ ആകൃതിയിലെ ഒരു സമചതുര സ്തൂപികയുടെ കളിപ്പാട്ടമാണ്. അതിന്റെ പാദവക്ക് 16 സെന്റിമീറ്റർ, ഇവിടെ 16 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ. ചരിവ് ഉയരം 10 സെന്റിമീറ്റർ, ഇതിന്റെ ചരിവ് ഉയരം 10 സെന്റിമീറ്റർ. ഇത്തരം 500 കളിപ്പാട്ടങ്ങൾ ചായം പൂശാൻ, അതായത് ഇവിടെ പെയിന്റ് അടിക്കണം, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പെയിന്റ് അടിക്കാം. ഓക്കെ, ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ, എത്ര മീറ്ററിന്? ചതുരശ്ര മീറ്ററിനാണ് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. എ ടോയ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ടോയ്സ് ഉണ്ടോ. ഇതാണ് നമ്മുടെ ആള്, സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലാണ്. ഇവിടെയും ഉണ്ട്, ഉണ്ടോ. അപ്പുറത്തും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് വൺ ടോയ്. ഒരു ടോയുടെ ആകെ ഉപരിതല വിസ്തീർണം കാണുക. സെക്കൻഡ്, മൾട്ടിപ്ലൈ ദ ടോട്ടൽ സർഫസ് ഏരിയ ഇൻറ്റു 500. 500 കൊണ്ട് ഗുണിക്കുക, അപ്പം 500 പേരുടെ കിട്ടും. ഓക്കെ, പക്ഷെ അത് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? കൺവേർട്ട് സെന്റിമീറ്റർ ഇൻറ്റു മീറ്റർ. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ്, ദെൻ മൾട്ടിപ്ലൈ ദ ആൻസർ വിത്ത് 80 rupees. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സപ്പോസ് ദിസ് ഈസ് അവർ സ്ക്വയർ പിരമിഡ്. അപ്പം അതിൻ്റെ ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ. എത്രയാണ്? 16 സെന്റിമീറ്റർ. ഇതാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. എത്രയാണ്? 16 സെന്റിമീറ്റർ. ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്, പിന്നെ പറഞ്ഞ സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് നോക്കൂ. അപ്പോൾ 16 സെന്റിമീറ്റർ എ, സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ. ഓക്കെ, സോ ഈ ബേസ് എഡ്ജ് എത്രയാണ്? 16 സെന്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 10 സെന്റിമീറ്റർ. ബേസ് എഡ്ജ് is denoted by the letter A and the slant height is denoted by the letter L. Clear? Okay, then how to find out the total surface area? The formula is a square plus 2al. എന്താണ് ഫോർമുല? a square plus 2al. ഓക്കെ, നമുക്കിവിടെ a അറിയാം and this L is given. So it is very easy. Put the values. a യുടെ സ്ഥലത്ത് 16 കൊടുക്കുക. 16 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a 16, l സമം 10. So 256 plus 320. The answer is 576 centimeter square. ഇത് ഒരു ടോയ്ഡാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് വൺ ടോയ്. നമുക്ക് എത്ര കണ്ടുപിടിക്കണം? 500 ടോയ്സിൻ്റെ എന്താണ് ഏരിയ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? 500 ഇൻറ്റു ദിസ് 576 ഇൻറ്റു 500 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. എത്രയാണ്? 28.830 അല്ലേ? അതായത് 2,88,000. 2,88,000 centimeter square.
Look at this problem. The cost is 80 rupees per square meter. Square meter. Clear? But data are given in centimeter. First, convert the centimeter into meter. How to convert the centimeter into meter? എങ്ങനെ നമുക്ക് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാം? അത് നമ്മൾ ആ കൺവേർഷൻ അറിയണം. നമുക്കറിയാം 100 സെന്റിമീറ്റർ is equal to 1 meter. Clear? സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ അല്ലേ? അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ is equal to 100 square is equal to 1 square meter square. ഉണ്ടോ? എല്ലാ സ്ഥലത്തും സ്ക്വയർ ചെയ്യണം. That means 10,000 centimeter square equal to 1 meter square. Clear? So ഇതാണ് നമ്മുടെ കൺവേർഷൻ. 100 centimeter is equal to 1 meter. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താണ് 10,000 centimeter square is equal to 1 meter square. Clear? ഇനി നമുക്ക് എന്താ അറിയാം, തന്നിരിക്കുന്നത് എടുത്തെഴുതുക. നമുക്ക് അറിയാവുന്നത് എന്താണ്, നമ്മുടെ കയ്യിലുള്ളത് ഇത്രയുമാണ്. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ സാർ എടുത്തെഴുതി. ദെൻ നമുക്ക് ഈ സെന്റിമീറ്റർ പോകണം. ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഏത് യൂണിറ്റിലേക്ക് വരണം? മീറ്ററിലേക്ക് വരണം. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 1 meter square and divided with this one 10,000 centimeter square. Clear? So നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 1 meter square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10,000 centimeter square കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയറും ഈ സെന്റിമീറ്റർ സ്ക്വയറും എന്താ ക്യാൻസൽ ആയിപ്പോയി. സോ ദ ആൻസർ ഈസ് 2,88,000 into 1 meter square divided by 10,000. ഓക്കെ, ഇത്രയും മീറ്റർ സ്ക്വയറിലോട്ടായി. സോ ഇപ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് ആയത് കഴിഞ്ഞു. അതിനകത്ത് 1 meter സ്ക്വയറിന് പെർ സ്ക്വയർ മീറ്റർ 80 rupees ആണ്, 80 രൂപയാണ്. അപ്പോൾ ഇത്രയും സ്ക്വയർ മീറ്ററിനെ ഇൻറ്റു എന്ത് ചെയ്യണം? 80 അല്ലേ? അപ്പോൾ ഈ മീറ്റർ സ്ക്വയർ പോകണ്ടേ? അപ്പോൾ ദാറ്റ് മീൻസ് 1 meter സ്ക്വയർ ഇസ് ഈക്വൽ ടു 80 rupees, 80 രൂപയാണ്. ഓക്കെ, നമുക്ക് ഈ മീറ്റർ സ്ക്വയർ പോകണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റു 1 meter സ്ക്വയർ. ഓക്കെ, ഇത് മുകളിൽ ഇൻറ്റു 80 rupees. Clear? So 1 meter square cancel. The final answer multiply ചെയ്താൽ മതി. So 1 meter square is equal to 80 rupees. അപ്പോൾ നമ്മൾ ഇൻറ്റു 80 rupees ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള പൈസ കിട്ടും. Divided by 1 meter square. So what happened? 1 meter square get cancel. So multiply ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 10,000 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കളയാം. 0 എന്താണ് വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി. That is 288 into 8. So the answer is 2,304 rupees. Clear? Okay, നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് 1 toy, then multiplied with 500. So you get 500 toys area. Then convert it into meter. Then multiply with 80 rupees. Okay, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. Problem number 2. The lateral faces of a square pyramid are equilateral triangles of side 30 centimeters. What is its surface area? The lateral faces of a square pyramid are equilateral triangles of side 30 centimeters. What do you mean by equilateral triangles? Same sides. ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം സെയിം ആയിരിക്കും. 30 centimeter. What is its surface area? In മലയാളം, ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. പാദവക്കിന്റെ നീളം 30 centimeter. അതിന്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു സമചതുര സ്തൂപികയുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് 1 triangle നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇത് 30 centimeter, ഇതും 30 centimeter, ഇതും 30 centimeter. ഇതാണ് നമ്മുടെ എന്താണ് സമഭുജ ത്രികോണം. ക്ലിയർ? ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് 1 triangle. അപ്പോൾ നമുക്കറിയാം ഒരു സമചതുര സ്തൂപികയിൽ there are 4 triangles.
So find the surface area of one triangle. Then multiply the surface area with 4. ആ ഒരു ട്രയാങ്കിളിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് ചുറ്റുപാടുമുള്ളത്. Then add area of square. നമുക്കറിയാം base is a square. So add the area of base to the area of 4 triangles. Clear? So the question is, the lateral faces of a square pyramid are equilateral triangles of sides 30 cm. What is its surface area? So the question is, what is an equilateral triangle? ഒരു പക്ഷേ നിങ്ങൾക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഫോർമുലയോ അറിയില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഹൗ ടു ഡിറൈവ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വന്നു, അതറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ ലെങ്ത് ലൈക്ക് ദിസ്. കണ്ടോ, എല്ലാ സൈഡ്സും എന്താണ്, ഈക്വൽ ആണ്. സപ്പോസ് വൺ സൈഡ് ഈസ് എ ആണെങ്കിൽ എല്ലാ സൈഡും എന്താണ്, എ. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് ഭാഗിക്കുകയാണ്. കറക്റ്റ് പെർപെൻഡിക്കുലർ വിത്ത് 90 ഡിഗ്രി. ദിസ് ഈസ് 90 ഡിഗ്രി. ഞാൻ എനിക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുമല്ലോ, അല്ലേ? ശരിയല്ലേ? ഒരു ട്രയാങ്കിൾ എനിക്ക് കിട്ടി. ക്ലിയർ? എന്നിട്ട് ഞാൻ ആ ട്രയാങ്കിളിൽ നിന്ന് മാറ്റിയെടുത്ത് എഴുതുകയാണ് കേട്ടോ, അതിൻ്റെ വശങ്ങൾ എടുത്ത് എഴുതുകയാണ്. ഇതേ ഇവിടെ ഉള്ള എ തന്നെ ഉണ്ടോ, ദിസ് എ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് ഇത്രയും വരെയാണ് എ, അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം എന്തായിരിക്കും, a/2. ക്ലിയർ? സോ ദിസ് ഈസ് a/2. ഓക്കെ, ha/. ദിസ് ഈസ് ദ ഹൈറ്റ്. ഹൈറ്റ് നമുക്ക് അറിയില്ല, ബട്ട് വി ക്യാൻ ഫൈൻഡ് ഹൈറ്റ് by using Pythagoras theorem, because this is a right angle triangle. According to Pythagoras theorem, the hypotenuse means the side opposite to 90 degree square, that is a square is equal to h square plus a/2 whole square. According to Pythagoras, the hypotenuse square is equal to base square plus perpendicular square, or perpendicular square plus base square. Okay, this is the Pythagoras theorem. Using this theorem, we can find out how to derive the formula of area of an equilateral triangle. Okay, according to Pythagoras theorem അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ a square is equal to h square plus a/2 whole square. സോ യൂസിങ് പൈതഗോറസ് തിയറം നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും h സ്ക്വയർ കാണാൻ വേണം, h കാണാൻ വേണം. h എന്തിനാണ് നമ്മൾ h കാണുന്നത്? ബിക്കോസ് വി നോ ദാറ്റ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു h. സോ h നമുക്ക് കണ്ടുപിടിച്ചാലാണ് ഏരിയ കാണാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പം അതിന് വേണ്ടി നമ്മൾ h സ്ക്വയർ എന്ന് എഴുതുന്നു. h സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതും കൊണ്ട് എടുക്കുക, ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ a സ്ക്വയർ minus a/2 whole square. ക്ലിയർ? മനസ്സിലായോ? a/2 whole square നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു, അപ്പൊ മൈനസ് ആയി. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ h കാണുന്നു. വാട്ട് ഈസ് h? h is equal to root of this. ഇതിന്റെ എന്ത് കാണണം? റൂട്ട് കാണണം. ഓക്കെ, സോ അങ്ങനെ റൂട്ട് കണ്ടു. ഇനി റൂട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? റൂട്ടിനകത്ത് റൂട്ട് ദിസ് ഈസ് എ സ്ക്വയർ മൈനസ് ഇതിൻ്റെയും സ്ക്വയർ വരും അല്ലേ? അപ്പോൾ എന്താണ്? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ എന്താണ്? 2 സ്ക്വയർ. ക്ലിയർ? അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക. ഇനി വളരെ എളുപ്പമാണ്. എന്താണ്? എ സ്ക്വയർ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ദിസ് ഈസ് 4. ക്ലിയർ? ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ ആൻഡ് 1 ഇൻറ്റു എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ആക്ച്വലി ദിസ് ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് വരിക. 4a സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ 1a square divided by 4. So root of this one is written as above, in above.
ഈ ലൈൻ എബോവിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? റൂട്ട്. ആൻഡ് റൂട്ട് ഓഫ് ദിസ് 4 ഇസ് റിട്ടൺ ആസ് 2. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് റൂട്ട് കാണുമ്പോൾ നമ്മൾ മുകളിലത്തെ മാത്രം റൂട്ട് കണ്ടിട്ടില്ല. ബട്ട് താഴത്തെ 4ന്റെ റൂട്ട് എത്രയാണ്? 2. ഓക്കെ. പിന്നെ 4a² നിന്ന് ഒരു a² കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3a². എത്ര a²? 3a² ബൈ 2. ക്ലിയർ? സോ റൂട്ട് 3a² ബൈ 2. സോ ദാറ്റ് ഈസ് യുവർ h. നമ്മുടെ h അതാണ്. എന്താണ്? റൂട്ട് 3a² ബൈ 2. അപ്പോൾ ഇവിടെ a²ന്റെ റൂട്ട് കാണുമ്പോൾ എന്താണ്? a എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുക്കാം. എല്ലാ വശങ്ങളും a ആണ്. നമ്മളതിനെ പകുതിയാക്കി. അപ്പോൾ നമുക്ക് h എന്തെന്ന് കിട്ടി? h സമം റൂട്ട് 3 ബൈ 2a. ക്ലിയർ? സോ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം എന്ന് പറയുന്നത് അര ഇൻറ്റു പാദ വക്ക് ഇൻറ്റു ഉയരമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു a. ദിസ് ഈസ് a. ബേസ് ഇസ് ഈക്വൽ ടു a. ഓക്കെ. ആൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 3a ബൈ 2. ക്ലിയർ? സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 എന്താണ്? 4. ആൻഡ് a ഇൻറ്റു a ഇസ് ഈക്വൽ ടു a² കിട്ടും. സോ റൂട്ട് 3a ഇൻറ്റു a² divided by 2 into 2, 4. This is the formula, root 3a² by 4. Clear? So area of an equilateral triangle is equal to root 3a² by 4. അപ്പോൾ ഈ ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ ഇത്രയും ചെയ്യണ്ട, ഫോർമുല നേരിട്ട് എഴുതിയാൽ മതി. So the question നമുക്ക് തിരിച്ചു വരാം. The lateral faces of a square pyramid are equilateral triangles of side 30 cm. What is the surface area? So നമ്മൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. അപ്പോൾ 3 വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 വശങ്ങളും എന്താണ്? 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ. ക്ലിയർ? അപ്പോൾ ഇത് ഡിനോട്ടർ ലെറ്റർ എ. ഇനി സർഫസ് ഏരിയ എങ്ങനെയാണ്? ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് 4 ഇക്വലാറ്റർ ട്രയാങ്കിൾസ് പ്ലസ് സ്ക്വയർ. ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3a² ബൈ 4. ക്ലിയർ? സോ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4 ഉണ്ട്. 4 ആണ് ഉണ്ടല്ലേ? 4 ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് ഇവിടെ, 2, 3, ഇപ്പുറത്ത് ബാക്കിലൊരു 4. ഓക്കെ. സോ 4 ഇൻറ്റു ഏരിയ ഓഫ് 1 ഇക്വലാറ്റർ ട്രയാങ്കിൾ പ്ലസ് സ്ക്വയർ. ഇവിടെ ഇത് എ ആണ്. സോ ഏരിയ ഓഫ് ബേസ്. ക്ലിയർ? സ്ക്വയർ. ഇനി എയുടെ സ്ഥലത്ത് എന്ത് ചെയ്യണം? 30 നിങ്ങൾ കൊടുക്കൂ. അപ്പോൾ 30² by 4 പ്ലസ് 30² എന്ന് കിട്ടും. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ 4 ഗെറ്റ് ക്യാൻസൽ. 30² is equal to 900. Root 3 is equal to 1.73. Again 30² is equal to 900. അല്ലേ? ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 900 into 1.73. Actually it is 1.732. നമ്മൾ ചെറുതാക്കി എടുത്തു എന്നുള്ളൂ. 1557 പ്ലസ് 900 കിട്ടും. So the answer is 2457 centimeter square. 2457 centimeter square. 2457 centimeter square. Clear? Okay. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.